അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹരി റബീഉൽ അവ്വൽ. റബീഉൽ അവ്വൽ മാസത്തിൽ അല്ലാഹുവിൻ്റെ റസൂലാകുന്ന ആ ചന്ദ്രനെ ഉദിപ്പിച്ച അല്ലാഹു പരിശുദ്ധൻ തന്നെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പരിശുദ്ധനാക്കുന്നത് കൊണ്ട് നേരെ പരിശുദ്ധനാക്കലാണ് അതിൻ്റെ അർത്ഥമെങ്കിലും ഉദ്ദേശം ആശ്ചര്യപ്പെടലാണ്. ആശ്ചര്യത്തിന് വേണ്ടി അറബികൾ ഉപയോഗിക്കുന്ന പ്രയോഗങ്ങളിൽ ഒന്നാണ് സുബ്ഹാനല്ലാഹ് എന്നുള്ളത്. വലിയ ആശ്ചര്യം തന്നെ എന്നർത്ഥം. നഹ്വ് പറയുമ്പോൾ അളിം ബിഹി മാ അളമ ശൈനഹു മാ അളമഹു എന്ന രണ്ട് പദമാണ് ചർച്ച ചെയ്യാറുള്ളതെങ്കിലും അവിടെ ഇമാമിങ്ങൾ വിശദീകരിച്ച് കാണാം ആശ്ചര്യത്തിന് ഉപയോഗിക്കുന്ന പദങ്ങൾ വളരെ കൂടുതലുണ്ട്. 10-ലേറെ പദങ്ങളുണ്ട്. അതിലൊന്നാണ് മാ അളമ ശൈനഹു മാ അളമഹു മാ അളിം ബിഹി എന്നത്. ഈ രണ്ട് കലിമത്തിനെ പറ്റി മാത്രമാണ് നഹ്വിൽ ചർച്ചയുള്ളത്. ഇല്ലാഹി ദർഹു ഫാരിസ പോലുള്ള സുബ്ഹാനല്ലാഹ് പോലുള്ള കുറേ പദങ്ങൾ ഇനിയും ആശ്ചര്യത്തിന് ഉപയോഗിക്കാറുണ്ട്. അതിലുള്ള ഒരു പ്രധാനമായും ഉപയോഗിക്കുന്ന പദമാണ് സുബ്ഹാനല്ലാഹ് എന്നുള്ളത്. നമ്മൾ തന്നെ മലയാളക്കാരനെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ സുബ്ഹാനല്ലാഹ് അങ്ങനെ ഉണ്ടായോ? ആശ്ചര്യത്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആശ്ചര്യം എന്നതിൻ്റെ അർത്ഥം എന്താണെന്നൊന്നും ഇപ്പോൾ പറഞ്ഞാൽ നമ്മൾ ഈ വിഷയത്തിലേക്ക് കടക്കാതെ പോകും. അതുകൊണ്ട് അതിലേക്കൊന്നും കടക്കുന്നില്ല. അതും സുബ്ഹാനല്ലാഹും തമ്മിലുള്ള ബന്ധമെന്നാണെന്നൊക്കെ മനസ്സിലാക്കിയാൽ തൗഹീദിന്റെ ഭാഗങ്ങളായി അതൊക്കെ മനസ്സിലാക്കാൻ കഴിയും. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ റബീഉൽ അവ്വൽ മാസത്തിൽ തന്നെ റസൂലുള്ളാഹിക്ക് ജന്മം കൊടുക്കാനുള്ള കാരണം വല്ലാത്തൊരു ആശ്ചര്യം തന്നെ ഇന്നലെ നമ്മൾ സമർത്ഥിച്ചു. ഇബ്നു ഹജർ തങ്ങളുടെ ഉദ്ധരണികളൊക്കെ പറഞ്ഞുകൊണ്ട് സമർത്ഥിച്ചു. റജബിലുമാക്കിയില്ല, മുഹറത്തിലാക്കിയില്ല, ദുൽഖഅദിലാക്കിയില്ല, ദുൽഹിജ്ജയിലാക്കിയില്ല, റമളാനിലാക്കിയില്ല. അത് വലിയൊരു ആശ്ചര്യം. അതിന്റെ പിന്നിൽ പല ഹിക്മത്തുള്ള കൂട്ടത്തിൽ പ്രധാനമായ ഹിക്മത്തുകൾ നമ്മൾ പറഞ്ഞു. അതൊരു ആശ്ചര്യം തന്നെയാണ്. അതെന്തായിരിക്കും ആശ്ചര്യം? ഈ മാസം കൊണ്ട് മുത്തുനബിക്ക് ഷറഫുണ്ടെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കാതിരിക്കാൻ. എന്നല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കുന്നവരാണ് ആഖിർ സമാനിൽ വരിക. തെറ്റിദ്ധരിക്കരുത്. ഈ മാസം കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയുള്ള ഖവായിദുകളിൽ, നൂറുകണക്കിന് ഖവായിദുകളിൽ ഒരു ഖായിദയാണ് വന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യുശറഫു ബിഹി ലാ യുശറഫു ബിശൈഇൻ. നബി തങ്ങൾ യുശറഫു ബിൽ അഷ്യായി, വസ്തുക്കളെ കൊണ്ട് നബി തങ്ങൾക്ക് യുശറഫു ബിഹി, നബി തങ്ങളെ കൊണ്ട് മറ്റു വസ്തുക്കൾക്ക് ഷർഫ് ലഭിക്കുകയല്ലാതെ മറ്റു വസ്തുക്കളെ കൊണ്ട് നബി തങ്ങൾക്ക് ഷർഫ് ലഭിക്കുകയില്ല എന്നുള്ളത് മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസമാണ്. അത് അള്ളാഹുവിന്റെ ഒരു തത്വവുമാണ്. അത് റബീഉൽ അവ്വലിലായാലേ നടക്കുകയുള്ളൂ. റബീഉൽ അവ്വൽ എന്ന മാസത്തിന്റെ പ്രത്യേകതകൾ നമുക്ക് പിന്നീട് പറയാം ഇൻഷാ അല്ലാഹ്. ഖമറ നബിയിൽ ഹുദാ, ഹിദായത്തിന്റെ നബിയുടെ ഖമറിനെ അല്ലാഹു തആല ഉദിപ്പിച്ചു. ഹിദായത്ത് ലോകത്ത് പകർന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടാണ്. മറ്റ് നബിമാരെ കൊണ്ടൊക്കെ ഹിദായത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് ഭാഗികമായ ഹിദായത്ത് മാത്രമാണ്. ചില നാടുകളിൽ, ചില ഭാഗങ്ങളിൽ, ചില ഗോത്രങ്ങളിൽ ഒതുങ്ങിയ ഹിദായത്ത് മാത്രമാണ്. നബി തങ്ങളുടെ ഹിദായത്ത് അതല്ല. ലോകമൊട്ടാകെ എല്ലാ മനുഷ്യർക്കും ഹിദായത്ത് പകർന്നത് നബി തങ്ങളാണ്. എല്ലാ ജിന്നുകൾക്കും അവരോടൊത്ത ഹിദായത്ത് പകർന്നത് നബി തങ്ങളാണ്. എല്ലാ സൃഷ്ടികൾക്കും അതിനോടൊത്ത ഹിദായത്ത് പകർന്നത് നബി തങ്ങളാണ്. അങ്ങനെ ഒരാളെ അല്ലാഹു തആല നിയോഗിച്ചിട്ടില്ല എന്ന് ഇമാമികളെല്ലാം പറയുന്നു.
ലോകത്താകമാനമുള്ള കാഫത്തൻ എല്ലാ സൃഷ്ടികൾക്കും ഹിദായത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. അപ്പോ ഹുദാ എന്നുള്ള നബിയിൽ ഹുദാ എന്ന വാക്ക് നബിയെ കൊണ്ട് മാത്രം പറയാൻ പറ്റിയ, മുത്തുനബിയിൽ മാത്രം പറയാൻ പറ്റിയ വിശേഷണമാണ്. അല്ലാതെ ആ വാക്ക് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മളെ മനസ്സ് ഹിദായത്തിൽ അറിയപ്പെട്ട നബി എന്ന നിലക്ക് പോകുന്നതല്ല. മറിച്ച് ആ സ്വഭാവം തന്നെ ഹിദായത്തിന്റെ നബി, എല്ലാവരെയും ഹിദായത്താക്കുക. ആരെ ഹിദായത്താക്കുക എന്ന് പറഞ്ഞില്ല. മുത്തഅല്ലിഖിനെ കളയിലെ ഉമൂമിനെ ഫായിദപ്പിക്കും നമ്മൾ പറയുന്നതാണല്ലോ. എല്ലാവരെയും ഹിദായത്താക്കുക, എല്ലാവരിലേക്കും ഹിദായത്തിന്റെ സന്ദേശം എത്തിക്കുക. എന്നു മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം മുതൽ ഖിയാമത്ത് നാൾ വരെ ഹിദായത്തിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുക. ഈ ഹിദായത്ത് ഇങ്ങനെ ഇടമുറിയാതെ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. ആ ദൗത്യം അവിടുത്തെ പണ്ഡിതന്മാർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഉലമാ ഉമ്മത്തി കംബിയായി ബനി ഇസ്രായീൽ, മുറിയാതെ തൗഹീദ് എല്ലാ സ്ഥലത്തും എത്തിയിട്ടുണ്ട്. എത്താത്ത സ്ഥലമില്ല. എത്താത്ത സ്ഥലമുണ്ട് എന്ന് പറയുന്നത് തെറ്റാണ്. ഒരാളെ ചെവിയിൽ പോയിട്ട് തന്നെ പറയണമെന്നില്ല. ആ ആശയം എത്തിച്ചാൽ മാത്രം മതി. ഇങ്ങനെ ഒരു ഇസ്ലാം ഉള്ളതും ഇങ്ങനെ ഒരു മുഹമ്മദ് നബി ഉള്ളതും എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മളെക്കാൾ മറ്റുള്ളവർക്ക് അറിയുന്നതാണ്. പക്ഷേ അവർ അത് തുറന്നു പറയുകയില്ല. അവരുടെ ഗ്രന്ഥങ്ങളിലും അവരുടെ പുരാണങ്ങളിലും എല്ലാം നബിയെ സംബന്ധിച്ച് ചർച്ചയുണ്ട്. പക്ഷേ അവരത് മറച്ചു വെച്ചുകൊണ്ട് നടക്കുകയാണ്. എന്തോ ആവട്ടെ, ഏതായിരുന്നാലും എല്ലാ ഗീതകളിലും പുരാണങ്ങളിലും അതുപോലെ തന്നെ പഴയ ദിവ്യവാക്കുകളിലും അതുപോലെ തന്നെ കാഹിനീങ്ങളുടെ വാക്കുകളിലും എല്ലാം മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി സംസാരമുണ്ട്. നമുക്കതിൻ്റെ ഭാഷ അറിയാത്തതുകൊണ്ട് അറിയുന്നവരിന്ന് കേട്ടതാണ് ഞാൻ പറയുന്നത്. എല്ലാ കിതാബുകളിലും എല്ലാ പഴയ പ്രവചനങ്ങളിലുമൊക്കെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രേരിപ്പിച്ച് പറ്റി സംസാരമുണ്ട്. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകത്ത് അറിയാത്തവരില്ല. എല്ലാവരും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയമുള്ളവരാണ്. അതാണ് റസൂലുള്ളാഹി തങ്ങൾ അല്ലാഹുവിന്റെ നബിയാണെന്ന വിവരം എല്ലാവർക്കും ലഭിച്ചിരിക്കുന്നു. അല്ലാഹു ഒരുവനാണെന്ന വാദമാണ് റസൂലുള്ളാഹി തങ്ങൾ കൊണ്ടുവന്നതെന്നും എല്ലാവർക്കും അറിയാവുന്നതാണ്. ലോയിസ് മഅലൂഫ് മുൻജിദിൽ വരെ പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൗഹീദിലേക്ക് ക്ഷണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു, അഥവാ ഏക ഇലാഹായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന ആശയത്തിലേക്ക് ക്ഷണിച്ചു എന്ന്. ഇതറിയാത്തവരില്ല. ഇത് എല്ലാ മതക്കാർക്കും അറിയാവുന്നതാണ്. ഇത് എത്തിക്കാത്ത സ്ഥലവുമില്ല, എത്താത്ത സ്ഥലവുമില്ല. പിന്നെ ജീവികൾക്ക് അതെങ്ങനെ എത്തിക്കുക എന്നുള്ളത് അത് നമ്മുടെ ദൗത്യമല്ല. അത് അല്ലാഹു തആല ഉദ്ദേശിച്ച വഴിയിലൂടെ എത്തിക്കും. അത് അവർക്കും അറിയാത്തവരില്ല. എല്ലാ ജന്തുക്കളും ഷഹാദത്ത് കലിമ ചൊല്ലുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുമ്പിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ലബ്ബ് ഉടുമ്പ് ചൊല്ലിയിട്ടുണ്ട്, മാന് ചൊല്ലിയിട്ടുണ്ട്, മരം ചൊല്ലിയിട്ടുണ്ട്. സ്വഹീഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അഷ്ഫാൽ ഖാദിയാൽ അടക്കമുള്ള ഷറഫുൽ മുസ്തഫ അടക്കമുള്ള സുബുലുൽ ഹുദാ വർഷാദ് അടക്കമുള്ള എത്രയോ കിതാബുകളിൽ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാത്തവരില്ല. ആ നബി തങ്ങളുടെ ഹിദായത്ത് എല്ലാ ലോകത്തേക്കും ഉള്ളതാണ്. ആ ഹിദായത്ത് പകർന്ന പ്രകാശം ഇരുളടഞ്ഞ ഹൃദയത്തിലേക്ക് ആ ഹിദായത്ത് പകർന്നപ്പോൾ, ഇരുളടഞ്ഞ ലോകത്തേക്ക് ആ ഹിദായത്ത് പകർന്നപ്പോൾ, ആ ഹിദായത്ത് പകർന്ന മുത്തുനബി തങ്ങൾ ഒരു ഖമർ, ഒരു ചന്ദ്രനെ പോലെയായി തീരുകയാണ്. ഒരു ചന്ദ്രൻ ഉദിച്ചാൽ ആ നാടിന് പ്രകാശമാണ്, ഇരുളത്ത് പ്രകാശമാണ്. ഇരുളത്ത് പ്രകാശം നൽകുന്ന ചന്ദ്രൻ ആയി റബീഉൽ അവ്വൽ 1 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വലിനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിപ്പിച്ച അല്ലാഹു അവൻ വല്ലാത്ത പരിശുദ്ധൻ തന്നെ. അത് വല്ലാത്ത ആശ്ചര്യം തന്നെ ആ മാസം തിരഞ്ഞെടുത്തതിൽ.
നബി സല്ലല്ലാഹു അലൈഹി ഏത് സ്ഥിതിയിൽ ഏറ്റവും നല്ലത് അത്ഫാക്കുന്നതിലേറെ നല്ലത് അത്ഫാക്കിയിട്ട് വാവ് വലിയമാരുടെ ഭാഷയല്ല കേട്ടോ, അല്ല നാടന്മാരുടെ ഭാഷയല്ല, അല്പനേരം ക്ഷമിക്കുക. ഔജദ എന്നുള്ളത് വാവ് അത്ഫും ഔജദ മഅ്തുഫുമാക്കിയിട്ട് തൊട്ടു മുമ്പുള്ള അത്തുലാമക്ക് അത്ഫാക്കൽ പെട്ടെന്ന് തോന്നുന്നെങ്കിലും അതിലേറെ നല്ലത് എനിക്ക് മനസ്സിലായത് ഞാൻ പറയട്ടെ, വഖദ് ഔജദ എന്ന് പറയലായിരിക്കും ഏറ്റവും നല്ലത്. വഖദ് ഒരു ഖദിനെ സങ്കല്പിച്ചിട്ട് ഏത് സ്ഥിതിയിലാണ് റബീഉൽ അവ്വലിനിക്ക് ആ നബിയെ ഉദിപ്പിച്ചത്, ഏത് സ്ഥിതിയിൽ ഔജദ വഖദ് ഔജദ അല്ലാഹു തആല പടച്ചിരിക്കുന്നു ആ സ്ഥിതിയിൽ നൂറഹു റസൂലുള്ളാഹി തങ്ങളുടെ ആത്മാമഹത്തായ നൂർ എന്ന് പേരുള്ള ആത്മാവിനെ അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നു ആ സ്ഥിതിയിൽ ഖബല ഖൽഖിൽ ആലം ലോകത്തെ പടക്കുന്നതിന് മുമ്പായി സൃഷ്ടിച്ചിരിക്കുന്നു ആ സ്ഥിതിയിൽ. അങ്ങനെ പടച്ചിട്ട് ആദ്യമേ അല്ലാഹു തആല മുത്തുനബിയെ പടച്ചു. ആ പടച്ചതിന്റെ ശേഷം മനുഷ്യനായിട്ട് മനുഷ്യ സ്വഭാവത്തിലും മനുഷ്യ പ്രകൃതിയിലും മനുഷ്യ ബോഡിയിലും ശരീരത്തിലുമായി റബീഉൽ അവ്വലിൽ ലാസ്റ്റ് കാലത്ത് റബീഉൽ അവ്വലിൽ പ്രകടമാക്കിയത് അത് വലിയൊരു ആശ്ചര്യമാണ്. അതും ആശ്ചര്യത്തോട് ബന്ധപ്പെടുത്താൻ നല്ലതാണ്. അതുകൊണ്ട് വഖദ് ഔജദ എന്ന വാക്കാണ് എനിക്ക് മനസ്സിലായ ശൈലി. ഇനി അത്ഫ് ചെയ്തത് കൊണ്ട് തകരാറൊന്നുമില്ല. ഉസ്താദ് പറയുന്നത് അത്ഫുൻ അലാ അത്ല എന്നാണ് പറയുന്നത്. വഖദ് ഔജദ എന്ന ഹാലാക്കലായിരിക്കും ഏറ്റവും നല്ലത്. അത് മൂല്യമാരുടെ ഭാഷയാണ്, നിങ്ങൾ ബേജാറാണ്ട, നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് 90% പറയാം. വൗജദ അല്ലാഹു തആല ഈജാദ് ചെയ്തു, ഉണ്ടാക്കി. അല്ലാഹു ഉണ്ടാക്കിയതാണ് നബി തങ്ങളെ. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. കാലം പരിണമിച്ച് മുത്തുനബിന്റെ മഹബത്ത് പറഞ്ഞു 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 പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂൽ ആദ്യമേ ഉള്ള ഒരു സാധനമാണെന്നതിലേക്ക് എത്തി മനുഷ്യൻ കാഫറായിപ്പോയി. മഹബത്ത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇസ്ലാം എന്ന് പറഞ്ഞാടിപ്പോകുന്ന വിശ്വാസങ്ങളിലേക്ക് സമൂഹത്തിനെ കൊണ്ടുപോകുന്നവരിലേക്ക് എത്തിപ്പോയി. ഔജദ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കുക. നബി തങ്ങൾ ഇല്ലാത്തൊരു സാധനമായിരുന്നു, ഇല്ലാത്ത സാധനമായിരുന്നു. എങ്ങനെ ഇല്ലാത്തത്? ഒരു നിലക്കും ഇല്ലാത്തൊരു സാധനമായിരുന്നു. ഉള്ളത് അള്ളാഹു മാത്രമായിരുന്നു. ഉള്ളത് അള്ളാഹു മാത്രമാണ്. ആ അള്ളാഹുവിന് മാത്രമേ ആദ്യമേ ഉള്ളതാവുക എന്നുള്ള വിശേഷണമുള്ളൂ, വേറൊരാൾക്കില്ല. എങ്കിൽ തൗഹീദ് ഇല്ല അവിടെ. അതുകൊണ്ട് തന്നെ ഔജദ എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കി എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹുവിന്റെ റസൂൽ ഒരു നിലക്കും ആദ്യമേ ഉള്ളവൻ എന്ന അർത്ഥത്തിനുള്ള ഖദീം അല്ല. ആദ്യമേ ഒരു നിലക്കുമില്ല, നൂറാനിയായിട്ടുമില്ല, തജല്ലിയായിട്ടുമില്ല, ഒരു നിലക്കും ആദ്യമേ ഇല്ല. ഇല്ലാത്ത വസ്തുക്കളിൽപ്പെട്ടതാണ് നബി തങ്ങൾ. ആലം എന്ന് പറയുന്നതിൽ മുത്തുനബിയും ഉൾക്കൊള്ളുന്നതാണ്. ആലം എന്ന് പറഞ്ഞാൽ ലോകം എന്നാണ് നമ്മൾ പറയാറുള്ളത്. വിശദീകരിക്കുന്നതിന് ടൈമില്ല. ആ ആലം 18,000-ത്തിലധികം ആലമുണ്ട്. അയിമത്തത് വിശദീകരിക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. സൂഫിയാക്കളുടെ വിശദീകരണങ്ങൾ കണ്ടാൽ നാം ആശ്ചര്യപ്പെട്ടു പോകും. ഏതായിരുന്നാലും മനുഷ്യന്റെ ആലം, ആ മനുഷ്യ ആലമിൽ മനുഷ്യനാണ് ഏറ്റവും വലിയ മഹത്തായ ആലം. ആ ആലം മലക്കുകളല്ല, ഏറ്റവും മഹത്തായ ആലം മനുഷ്യനാണ് ഏറ്റവും മഹത്തായ ആലം. കറമല്ലാഹു ബനി ആദം, ആദം നബി അലൈഹിസ്സലാമിന് അവന്റെ പടപ്പുകളിൽ നിന്ന് അല്ലാഹു തആല പ്രത്യേകം ബഹുമാനം നൽകിയിരിക്കുന്നു. ആ ബഹുമാനം മറ്റുള്ളവർക്ക് നൽകിയിട്ടില്ല എന്നർത്ഥം. ഇത് വിശുദ്ധ ഖുർആൻ പ്രയോഗമാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആലമിൽപ്പെട്ടവരാണ്, ലോകത്തിൽപ്പെട്ടവരാണ്. പിന്നെ ലോകത്തിന് മുമ്പ് മുത്തുനബിയെ പടച്ചു എന്നതിന്റെ അർത്ഥം മറ്റ് ലോകങ്ങളുടെ മുമ്പ് എന്നാണ്. നബി അല്ലാത്ത ഖബല ഖൽഖിൽ സായിരിൽ ആലം എന്നാണ്. മറ്റുള്ള ആലമുകളെ പടക്കുന്ന മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ആലമിനെ അല്ലാഹു പടച്ചു. അതൊരു ആലമു തന്നെയാണ്. അലാ ഇന്നമൽ ഇൻസാനു അസ്ഗാറു ആലമീ ഫൗൻമുദജുൽ അക്വാനി ഫീഹി ബിജുംലത്തി.
മനുഷ്യൻ ഒരു ചെറിയ ലോകമാണ്. മനുഷ്യൻ എല്ലാ മനുഷ്യനും ആ കൂട്ടത്തിൽ ഏറ്റവും വലിയൊരു ലോകമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ലോകത്തിന്റെ എല്ലാ ഒരു ചെറിയ ലോകമാണ്. ചെറിയല്ല ഈ വണ്ണത്തിൽ ചെറിയതും അതുപോലെ ബഹുമതിയിൽ വലിയതുമായ ഒരു ലോകമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇടക്കിടക്ക് നബി തങ്ങൾ സത്യം ചെയ്ത് പറയുമ്പോഴൊക്കെ പറയാറുണ്ടായിരുന്നു, വല്ലദീ നഫ്സി ബിയദിഹി, എന്നെ നിയന്ത്രിക്കുന്ന അല്ലാഹുവാണ് സത്യം. തങ്ങളെ നിയന്ത്രണം അർശിനേക്കാൾ വലിയ നിയന്ത്രണമാണ്, കുർസിയിനേക്കാൾ വലിയ നിയന്ത്രണമാണ്, ലൗഹിനേക്കാൾ വലിയ നിയന്ത്രണമാണ്. ലോകത്തുള്ള എല്ലാ വസ്തുക്കളെക്കാളും വലിയ നിയന്ത്രണമുള്ള തജല്ലിയുള്ള ഏരിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖൽബാണെന്ന് ഇമാമിങ്ങൾ പറഞ്ഞിരിക്കുന്നു. ബാക്കി പാടാൻ അറിയില്ല. തങ്ങളുടെ ഹൃദയം നിഅമൽ അർശു, ഏറ്റവും വലിയ മഹത്തായ അർശാകുന്നു. ആകാശവും ഭൂമിയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തജല്ലിക്ക് അല്ലാഹു തആലാന്റെ തജല്ലിക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞാൽ പര്യാപ്തമല്ല, സാധിക്കുകയില്ല. മനുഷ്യന്റെ ഹൃദയം എന്റെ തജല്ലിക്ക് പറ്റിയതാണ്. ആരാണ് ആ മനുഷ്യൻ? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. എല്ലാ ആലമിന്റെ എല്ലാ ലോകവും ഒരുമിച്ച് കൂടിയ ഒരു ലോകമാണ് മുത്തുനബി തങ്ങൾ. അതുകൊണ്ടാണ് ആലമിന്റെ മുമ്പ് എന്ന് പറഞ്ഞത്. അഥവാ ഇക്കാണുന്ന ആലം, ഈ ആലമിന്റെ മുമ്പുള്ള ആലമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നബി തങ്ങൾ ആദ്യമേ ഉള്ള തുടക്കമില്ലാത്തവരല്ല. അത് വിശ്വസിച്ചാൽ കാഫിറായി പോകും. ചിലരങ്ങനെ പറയുന്നുണ്ട്. നബിയുടെ മഹബത്ത് പറഞ്ഞ് നബിയെ അല്ലാഹു ആക്കുന്നത് ശ്രദ്ധിക്കണം. നബിയെ പറ്റി എല്ലാ മധുന്യ പറഞ്ഞോ. എന്ത് മഹത്വം നബിയെ പറ്റി പറഞ്ഞാലും അത് പറഞ്ഞു പൂർത്തിയാക്കാൻ കഴിയുകയില്ല. ഏത് മഹത്വവും റസൂലുള്ളാഹിക്കുള്ളതാണ്. നബിക്കില്ലാത്തൊരു മഹത്വം ആർക്കുമില്ല. എല്ലാ മഹത്വവും ഉള്ളവരാണ് നബി തങ്ങൾ. അതും അതിന്റെ പരിപൂർണമായ രൂപത്തിലുള്ളവരാണ് നബി തങ്ങൾ. വെറുമൊരു ഭംഗിയിൽ മാത്രമല്ല, ഭംഗിയെ ഞാൻ ചെറുതാക്കുകയല്ല, വെറുമൊരു ഭംഗിയാണ് റസൂലുള്ളാഹിന്റെ പ്രത്യേകത എന്ന് മനസ്സിലാക്കിയവരുണ്ട്. അല്ല, അതിനെ വിട്ടുകിടക്കുന്ന വിജ്ഞാനങ്ങളും അതുപോലുള്ള ഓരോരോ കാര്യങ്ങളും അയിമ്മത്ത് സംസാരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഏത് മധുവും ചേർക്കാവുന്നതാണ്. പക്ഷേ ചേർക്കുമ്പോൾ ക്രിസ്ത്യാനികൾ അവരുടെ നബിയായ ഈസ നബി അലൈഹിസ്സലാം റബ്ബാണെന്ന് പറഞ്ഞ അതുപോലുള്ള മധുകൾ പറഞ്ഞു പോകരുത്, അത് കുഫ്രിയത്താകും. റബ്ബിനെ പോലെയാണ് ബഹുമാനപ്പെട്ട ഈസ നബിയെ മകൻ എന്നാണ് അവര് പറയുക. അള്ളാഹുവിനെ പിതാവ് എന്നാണ് അവര് പറയുക. നമ്മളെ പ്രയോഗങ്ങളിൽ അങ്ങനെ വന്നു പോകുന്നുണ്ടോ എന്ന് തെറ്റ് എനിക്ക് തോന്നുന്നു. രക്ഷിതാവേ എന്നുള്ള പ്രയോഗം രക്ഷപിതാവേ എന്നാണ്. രക്ഷ ചെയ്യുന്ന പിതാവല്ല അള്ളാഹു പിതാവ് എന്ന് അള്ളാഹുവിനെ വിളിക്കൽ അത് ക്രിസ്ത്യാനികളുടെ പ്രയോഗമാണ്. അത് സൂക്ഷിക്കണം. രക്ഷിതാവിന്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ കേട്ടോ, ഞാൻ മനസ്സിലാക്കുന്നത് രക്ഷ പ്ലസ് പിതാവ് എന്നാണ് രക്ഷിതാവിന്റെ അർത്ഥം എന്നാണ്. രക്ഷ ചെയ്യുന്ന പിതാവ് എന്ന് അള്ളാഹുവിനെ പറ്റി പറയത്, രക്ഷിതാവ് എന്ന് പറയത്, പരിപാലകൻ എന്നേ പറയാവൂ. പിതാവ് എന്ന് അള്ളാഹുവിനെ വിളിക്കുന്നത് പിതാവ് എന്ന് നമുക്കറിയാലോ. ഈസാ നബിന്റെ പിതാവ് അത്രേ അല്ലാഹു തആല. ഈസാ നബിന്റെ പിതാവ് എന്താ പയ്യന് പറയാ, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ തുറന്നു പറഞ്ഞു, ലം യലിദ് വലം യൂലദ്. അവിടത്തേക്ക് ആരും തുടക്കം കുറിച്ചവനല്ല, തുടക്കം കുറിച്ചിട്ടില്ല. അവിടുന്ന് തുടക്കമില്ലാത്തവനാകുന്നു. എന്നാൽ വലം യൂലദ്,
ആരും ആ അള്ളാഹുവിന് ജനിച്ചിട്ടുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മക്കളില്ല. അത് മക്കളുണ്ടാവൽ ബുദ്ധിപരമായി അസംഭവ്യമാണെന്ന് നമുക്ക് ഇൽമുൽ കലാമിന്റെ കിതാബുകൾ പഠിക്കുമ്പോൾ സുവ്യക്തമായി മനസ്സിലാകുന്നതാണ്. ബുദ്ധിപരമായി തന്നെ അത് അസംഭവ്യമാണ്. അതുകൊണ്ട് തന്നെ രക്ഷിതാവ് എന്നുള്ള പ്രയോഗം തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. രക്ഷാപിതാവ് എന്ന് അള്ളാഹുവിനെ വിളിക്കുന്നുണ്ടോ നാം? അത് സൂക്ഷിക്കണം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ മകനല്ല. അള്ളാഹുവിന്റെ മിഥിലാകുമ്പോഴല്ലേ അള്ളാഹുവിന്റെ മകനാവുകയുള്ളൂ. അത് ഒരിക്കലുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മകനല്ല. അതുകൊണ്ടാണ് നമ്മുടെ വഹദഹു ലാ ശരീക അബ്ദുഹു വ റസൂലുഹു എന്ന് പറയുന്നത്. ഇമാമിങ്ങൾ പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു. അതാണ് അബ്ദുഹു വ റസൂലുഹു എന്ന് പറഞ്ഞിട്ട് നമ്മൾ പല ദിക്റുകളും ഉണ്ടല്ലോ. ആദ്യം റസൂല് പറയുന്ന മുമ്പ് അബ്ദ് എന്ന് പറയുന്നു. അള്ളാഹുവിന്റെ അബ്ദാണ്. അബ്ദ് ഒരിക്കലും മകനാവുകയില്ല, മകളാവുകയില്ല. അപ്പൊ അള്ളാഹുവിന്റെ മകളുമല്ല, മകനുമല്ല. അള്ളാഹുവിന്റെ സൃഷ്ടി മാത്രമാണ്. ബഹ്തിയായ തനിച്ച സൃഷ്ടി മാത്രമാണ്. സൃഷ്ടാവിന്റെ ഒരു സ്വഭാവവും അള്ളാഹുവിന്റെ റസൂലിനില്ല. സൃഷ്ടാവിന്റെ ഒരു സ്വഭാവവും അള്ളാഹുവിന്റെ റസൂലിനില്ല. ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടായതാണ്. അള്ളാഹ് ഉണ്ടാക്കിയതുമാണ്, സ്വയം ഉണ്ടായതുമല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് ആണയിട്ട് ഉറപ്പിച്ച് നിർത്തിയില്ലെങ്കിൽ കാലം പല വഴിയിലേക്ക് തെന്നിപ്പോകുന്ന കാലമാണ്. പണ്ഡിതന്മാർ പല പ്രസംഗങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ച കാലമാണ്. വളരെ സൂക്ഷിക്കണം. എന്താണ് അവർക്ക് പറ്റിപ്പോയതെന്ന് എനിക്കറിയില്ല. ഏതായിരുന്നാലും അള്ളാഹുവിന്റെ റസൂൽ ബഹത്ത് സൃഷ്ടിയാണ്, തനിച്ച സൃഷ്ടിയാണ്. അതിന് മുമ്പ് അള്ളാഹുവിന്റെ റസൂലിനേക്ക് ഇല്ലായ്മ ഉണ്ടായിരിക്കുന്നു, തീരെ ഇല്ല. പിന്നെ ഉണ്ടാക്കിയത് ആദ്യമായി അല്ലാഹു തആല മുത്തുനബിയാണ്. കുന്തു കൻസൻ മഖ്ഫിയൻ ഫഅഹ്ബബ്തു അൻ ഉൽഹറ ഫഖലഖതുൽ ഖൽഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഖുദ്സിയ ഹദീസിൽ കാണാം, എന്നെ ആരും അറിയുന്നവരായി ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നു. ഫഅഹ്ബബ്തു അൻ ഉൽഹർ. അങ്ങനെ ഞാൻ സമൂഹത്തിൽ ആളുകളെ പഠിച്ചിട്ട് അവർക്ക് എന്നെ പഠിപ്പിച്ചു കൊടുക്കാൻ ഞാൻ തീരുമാനമെടുത്തു. ആ തീരുമാനമെടുത്തു. അങ്ങനെയാണ് മനുഷ്യ സൃഷ്ടികളെയും മറ്റു വസ്തുക്കളെയും അല്ലാഹു തആല പഠിച്ചത് എന്ന് അല്ലാഹു തന്നെ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൃഷ്ടിയാണ്. സൃഷ്ടാവിന്റെ ഒരു സ്വഭാവവും ഒരു സൃഷ്ടിക്കുമില്ല, അത് മുത്ത് തങ്ങൾക്കുമില്ല. സൃഷ്ടാവിന്റെ സ്വഭാവം എന്താണ്? സ്വയം പര്യാപ്തനാണ് സൃഷ്ടാവിന്റെ സ്വഭാവം. അല്ലാഹു അല്ലാത്ത ഒരു സാധനത്തിനും സ്വയം പര്യാപ്തതയില്ല. ഇല്ല ഉണ്ടെന്ന് വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമിന്റെ കമ്പൗണ്ടിൽ നിന്ന് പുറത്താണ്. ആരായാലും വേണ്ടിയില്ല. എത്ര ഇൽമിന്റെ ബഹറുൽ ബുഹൂറായാലും വേണ്ടിയില്ല. സ്വന്തം ഒരാൾ ഉണ്ടായി എന്ന് ഉള്ളതായി എന്ന് വിശ്വസിച്ചാൽ, ഉണ്ടാകുമ്പോൾ ഏതായാലും പുതുതായതാണ്. ഉള്ളതായി എന്ന് വിശ്വസിച്ചാൽ അത് കുഫ്രിയത്താണ്. അല്ലാഹു തആലക്ക് തുടക്കമില്ല, മുത്തുനബിക്ക് തുടക്കമുണ്ട്. തുടക്കം അല്ലാഹുവാണ് കുറിച്ചത്. അല്ലാഹു അല്ലാത്ത ഒന്നിന്റെയും തുടക്കവും അന്ത്യവും മധ്യവും ഉണ്ടാക്കാൻ ആരും തന്നെ യഥാർത്ഥത്തിലില്ല. പിന്നെ അള്ളാഹുവിന്റെ പേരുകളിൽ നിന്ന് 80-ലേറെ പേര് മുത്തുനബിക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അത് ഇമാം സുയൂത്തി ഖസായിസുൽ ഖുബറ എന്ന് പറയുന്ന കിതാബിലും മറ്റൈമത്തൊക്കെ പറയുന്നുണ്ട്. അത് നമുക്ക് പിന്നീട് പറയാം ഇൻഷാ അല്ലാഹ്. ഏതായിരുന്നാലും ഔജദ നൂറഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ ഖദീമല്ല, ഹാദിസാണ്. എന്താണ് ഹാദിസ് എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയുടെ ശേഷം ഉണ്ടായ വ്യക്തി അല്ലാഹുവിന്റെ റസൂൽ. ആ നൂറ് എന്താണ്? അല്ലാഹുവിന്റെ റസൂലിന്റെ നൂറ് എന്താണ്? ഖതീബ് ഉസ്താദിന്റെ പ്രസംഗത്തിൽ നിങ്ങൾ കേട്ട് കാണും. നമുക്ക് വിഭക്ഷിക്കാൻ കഴിയുന്ന അതിന്റെ അത്രയേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. അതിന്റെ യാഥാർത്ഥ്യം നമുക്കറിയില്ല. അതാണ് അതിന്റെ യഥാർത്ഥമായ സത്യം. മുത്ത് റസൂലുള്ളാഹിന്റെ നൂറ് എന്ന വാക്കിന്റെ അർത്ഥം
ഒരു വാക്കിന്റെ അർത്ഥം, മുത്തുനബിയെ പറ്റി പറയുന്ന വാക്കുകളുടെ അർത്ഥം, അള്ളാഹുവിനെ പറ്റി പറയുന്ന വാക്കുകളുടെ അതിന്റെ യഥാർത്ഥ അർത്ഥത്തിലേക്ക് എത്താൻ ഒരു മനുഷ്യ ബുദ്ധി കൊണ്ട് കഴിയില്ല എന്നതാണ് സത്യം. കഴിയാൻ പറ്റുമോ? അത് പറ്റുമെന്നാണ് ബലപ്പെട്ട അഭിപ്രായം. പക്ഷേ ഇന്നുവരെ എത്തിയിട്ടില്ല എന്നതാണ് സത്യം. ആ നൂറ് എന്ന് പറഞ്ഞാൽ എന്താണ്? പലരും പലതായി വിവക്ഷിച്ചിട്ടുണ്ട്. എല്ലാം ഒന്നിൽ തന്നെ സമ്മേളിക്കുന്നതാണ്. വ്യത്യസ്ത കോണുകളിൽ നിന്ന് നോക്കുമ്പോഴാണ് വ്യത്യസ്തമായ മായനകളായി മാറുന്നത്. ഞാൻ തന്നെ ഇപ്പോൾ എന്നെ പറ്റി പറയാം, ചാലിയത്തെ മുദരിസാണെന്ന്, ചാലം ജുമാഅത്ത് പള്ളിയിലെ മുദരിസാണെന്ന് പറയാം. അത് മുദരിസ് എന്ന കോണിലൂടെ, തദ്രീസിന്റെ കോണിലൂടെ നോക്കിയതാണ്. എന്നാൽ എന്നെ പറ്റി പറയാം, സയ്യിദ് അലി ഹാജിയുടെ പകരക്കാരൻ സയ്യിദ് അലി ഹാജിയുടെ മകനാണെന്ന് പറയാം. അത് വേറൊരു കോണിലൂടെ നോക്കിയതാണ്, ഉപ്പായുടെ കോണിലൂടെ നോക്കിയതാണ്. ഇവിടെ ഓതിയ മിഥിലാജിന്റെ ഉപ്പയാണെന്ന് പറയാം, അത് മകന്റെ കോണിലൂടെ നോക്കിയതാണ്. ഇന്ന പെണ്ണിന്റെ ഭർത്താവാണെന്ന് പറയാം, അത് ഭർത്താവിന്റെ കോണിലൂടെ നോക്കിയതാണ്. എല്ലാം ഞാൻ തന്നെയാണ്. ഇങ്ങനെയാണ് കോണുകൾ വ്യത്യാസപ്പെട്ടെങ്കിലും സാധനം ഒന്ന് തന്നെ എന്ന് പറഞ്ഞ പോലെ ഇക്കണക്കിന് ഓരോരുത്തരും ഇരിക്കുന്ന ഓരോരുത്തർക്കും 1000 പേരൊക്കെ ഉണ്ടാവും അല്ലേ? നിങ്ങൾക്ക് 1000 പേര് സമർത്ഥിക്കാൻ കഴിയില്ലേ? കഴിയും തന്നെ കഴിയും. വടക്ക് ഭാഗത്ത് താമസിക്കുന്നവരാണ്, തെക്ക് ഭാഗത്ത് താമസിക്കുന്നവരല്ല, കിഴക്കിൽ താമസിക്കുന്നവരല്ല, പടിഞ്ഞാറിൽ താമസിക്കുന്നവരല്ല, വാനലോകത്തും താമസിക്കുന്നവരല്ല, ഭൂമിയുടെ അടിയിലും താമസിക്കുന്നവരല്ല. ഇപ്പൊ തന്നെ 6 വിശേഷണമായി തങ്ങൾക്ക്. ചാലിയത്ത് ഓതുന്നവരാണ് 2, പകരാസ്യനയുടെ അരികിൽ ഓതുന്നവനാണ് 3, അബ്ദുള്ള മൊയ്ലിയാര തങ്ങളെ മോനാണ് 5, 3 ഞാൻ 5 അതിൻ്റെ അടിയിൽ നിന്ന് പോയിരുന്നു, അതുകൊണ്ടാണ് കൂട്ടിയതാണ്. ഇങ്ങനെ അങ്ങോട്ട് നോക്കിയാൽ എത്ര പേരാണ് നമുക്കൊക്കെ ഓരോരുത്തർക്കുള്ളത് വെച്ചിട്ട്. ഇതാണ് കോണ് വ്യത്യാസം. വിഷയം ഒന്ന് തന്നെ, എല്ലാം വിഷയം ഒന്ന് തന്നെ. ഇതാണ് മൊയ്ലിയമാരുടെ ഭാഷയിൽ ഇത്തിബാരിയ ഫർഖാണ്, മിസ്താഖിയ ഇത്തിഹാദാണെന്ന് പറയും. അത് പറഞ്ഞാൽ നമുക്ക് ആർക്കും മനസ്സിലാവില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞെന്നുള്ളൂ. പല കോണുകളിലൂടെ നോക്കുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തേ പറഞ്ഞത്? നബിയുടെ നൂറ് എന്നാൽ എന്താണ്? അത് ഖതീബ് ഉസ്താദ് പറഞ്ഞതാണ്. ഒരു മുസ്ലിമായ മനുഷ്യന്റെ യഥാർത്ഥ വിശ്വാസം എന്താ? അതിനെ വിവക്ഷിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. ഇതാണ് താഴ്മയിലുള്ള ആ വലിയ ലോകത്തോടുള്ള ബഹുമാനത്തിന്റെ ടോപ്പ് പ്രയോഗം. പക്ഷേ അതിനെ സംബന്ധിച്ച് ഇമാമിങ്ങൾ പലരും പല കോണുകളിൽ നിന്നും പല രൂപത്തിൽ സംസാരിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ ഇമാമിങ്ങൾ ഇബ്നു അറബി തങ്ങളടക്കം വിവക്ഷിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ റഈസുൽ ഉലമ ശൈഖുന സുലൈമാൻ ഉസ്താദ്, ഹഖായിഖുകൾ വളരെ പറയാൻ പറ്റിയ ഉസ്താദുമാരെ കൂട്ടത്തിൽ ഞാൻ കണ്ട ഉസ്താദുമാരെ കൂട്ടത്തിൽ വളരെ കഴിവുള്ളവരാണ്. ഹഖായിഖുകൾ ആന്തരിക ലോകത്തെ സംബന്ധിച്ച് പറയാൻ വല്ലാതെ കഴിവുള്ള ഒരു മഹാനാണ് റഈസുൽ ഉലമ ഉസ്താദ്. ഉസ്താദ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട്. ഉസ്താദിന്റെ വസീലത്തുൽ ആരിഫീൻ എന്ന് പറയുന്ന സ്വലാത്തിന്റെ ഒരു മുഖവുരയുണ്ട്. വളരെ 2 പേജിൽ ഒതുങ്ങിയ മുഖവുരയാണ്. പക്ഷെ അത് 100 പേജിൽ എഴുതേണ്ട മുഖവുരയാണ്. അത് മുഴുവനും മുത്തായ വാക്കുകളാണ്. അതിൽ കാണാം അന്നൂറുൽ മുഹമ്മദി അല്ലദീ ഹുവൽ റൂഹുൽ മുഹമ്മദി. ഇതാണ് അധിക ഉലമാക്കൾ നൂറുൽ മുഹമ്മദിക്ക് കൊടുത്ത വിവക്ഷ. അന്നൂറുൽ മുഹമ്മദി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂർ എന്ന് പറഞ്ഞാൽ അല്ലദീ, ഏതാണത്? അന്നൂറുൽ മുഹമ്മദ് അർറൂഹുൽ മുഹമ്മദി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മാവിനെ പറ്റിയാണ് നൂറ് മുഹമ്മദി എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. എന്താണ് ഇപ്പൊ പറഞ്ഞത്? റസൂലുള്ളാഹിന്റെ റൂഹിനുള്ള പേര് നൂർ. നൂറിന്റെ അർത്ഥം എന്താണ്? 100 അർത്ഥമുണ്ട് നൂറിന്. അതിൽ പ്രധാന അർത്ഥം എന്താണ്? പ്രകാശം എന്നാണ്. ആ ആത്മാവിന് കൊടുത്ത അർത്ഥം, ആ ആത്മാവിനിക്ക് അള്ളാഹ് കൊടുത്ത പേര് നൂർ. ആത്മാവിന്റെ പേര് നൂർ. എന്താണ് അതിന്റെ വിവക്ഷ? എന്താണ്? ഇതുപോലെ പ്രകാശിക്കുന്നവരാണോ? അതേ, അതുപോലെ പ്രകാശിക്കുന്നവരും ആണ്. ഇതുപോലെ പ്രകാശിക്കുമോ? ഈ ട്യൂബും ലൈറ്റുകളൊക്കെ പ്രകാശിക്കും പോലെ പ്രകാശിക്കുമോ? അതേ, അതുപോലെ പ്രകാശിക്കുന്നവരാണ്.
പ്രകാശിക്കണമെന്ന് ഉദ്ദേശിച്ചാൽ പ്രകാശിക്കും, പ്രകാശിക്കണ്ട എന്ന് ഉദ്ദേശിച്ചാൽ പ്രകാശിക്കുകയില്ല. അതിന്റെ സ്വിച്ച് തങ്ങളെ കയ്യിൽ തന്നെയാണ്. അത് അവിടുത്തെ ഒരു മുഅ്ജിസത്താണ്. അത് മാത്രമല്ല, അതൊരു ചെറിയ ഭാഗമാണ്. എവിടെയും ഏത് ആത്മാവിനും കറ പിടിക്കാൻ സാധ്യതയുണ്ട്. മുത്തുനബിയുടെ ആത്മാവിന് കറ പിടിക്കുകയില്ല. അത് അവിടുത്തെ നൂറാനിയത്തിലെ ഒരു പ്രത്യേകതയാണ്. രണ്ടാമത്തത്, ഏതൊരു ആത്മാവ് കൊണ്ട് മറ്റൊരാത്മാവ് കേടുവരാനുള്ള സാധ്യതയുണ്ട്. ഏതാത്മാവ് തന്നെ മനുഷ്യനാത്മാ, അമ്പിയാക്കുമാരാത്മാവല്ലട്ടെ ഞാൻ പറയുന്നത്. അധിക ആത്മാവുകളെ കൊണ്ട് മറ്റൊന്ന് കേടുവരാനുള്ള സാധ്യതയുണ്ട്. മുത്തുനബിയെ കൊണ്ട് പ്രകാശപൂരിതമാവുകയല്ലാതെ, നന്നാവുകയല്ലാതെ കേടുവരുന്ന പട്ടണമേ ഇല്ല. അതും ആ ആത്മാവിന്റെ നൂറാനിയായ പേര് വരാനുള്ള കാരണങ്ങളിൽ ഒന്നാണ്. പിന്നെ ആ ആത്മാവിൽ നിന്ന് നൂറല്ലാതെ, പ്രകാശമല്ലാതെ, ആത്മീയമായ വളർച്ചയല്ലാതെ സമൂഹം കാണുകയില്ല. വ്യക്തിപരമായും കുടുംബപരമായും സാമൂഹികപരമായും അവിടുത്തെ ഹിദായത്ത്, അവിടുത്തെ വഴി എല്ലാവർക്കും പ്രകാശപൂരിതമായിരിക്കും. ഒരു കറുപ്പ് അതിൽ സംഭവിക്കുകയില്ല. നബി തങ്ങളെ തുടർന്ന് ജീവിച്ചാൽ അവനിക്കൊരു വിഷമം അനുഭവിക്കുകയില്ല. അവന്റെ എല്ലാ രംഗവും നൂറാനിയത്തായിരിക്കും, പ്രകാശമുള്ള പോലെ ആയിരിക്കും. അവൻ ഇരുളില്ല. ഇങ്ങനെ നൂറുകണക്കിന് കാര്യങ്ങളാണ് മുത്ത് റസൂലുള്ളാഹി തങ്ങളുടെ ആത്മാവിനിക്ക് നൂർ എന്ന് പറയാൻ കാരണം. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി തങ്ങളുടെ പേര് പോലെ തന്നെ അല്ലാഹുവിന്റെ പേരും അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള് മസലു നൂരിഹി കമിഷ്കാത്തിൻ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു അല്ലാഹു നൂറാണ്. അല്ലാഹുവിനെ സംബന്ധിച്ച് നൂർ എന്ന പ്രയോഗം കാണാം. അല്ലാഹു പ്രകാശമല്ല. അങ്ങനെ വിശ്വസിച്ചാൽ അവൻ കാഫിറായി പോകുന്നതാണ്. അല്ലാഹു ഒരു പ്രകാശമല്ല. പക്ഷേ ലോകത്തുള്ള എല്ലാ നൂറിനെയും നൂറിന്റെ നൂറായ മുത്തുനബിയെയും നൽകിയവനാണ് അവൻ എന്നർത്ഥത്തിനാണെന്ന് ഒരു കൂട്ടം പണ്ഡിതന്മാർ നൂറുസ് സമാവാതി എന്നതിന് ജലാലൈനി പോലുള്ള തഫ്സീറിൽ മുനവ്വിറുസ് സമാവാതി വൽ അർള്, ആകാശഭൂമികൾക്ക് നൂറ് നൽകിയവനാണ്. ആ നൂറാരാണ്? ഒന്നാമതായി നബീനാ റസൂലുള്ളാഹി, നബിയാകുന്ന നൂറിനെ തന്നവൻ എന്ന പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൂറാണ്. ഇങ്ങനെയും അർത്ഥം കൊടുത്തവരുണ്ട്. പല അർത്ഥവും അതിനുണ്ട്. എല്ലാം സത്യം തന്നെയാണ്. നാം നേരത്തെ പറഞ്ഞ പോലെ പല കോണുകളിലൂടെയുള്ള നോട്ടം മാത്രമാണ്. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പുണ്യാത്മാവിനെ, നൂർ എന്ന ബഹുമതിയുള്ള ആ പേരുള്ള ആത്മാവിനെ അള്ളാഹു ഇല്ലായ്മയിൽ നിന്നും ഉണ്ടാക്കി. ഇല്ലായ്മയിൽ നിന്ന് അള്ളാഹു ഉണ്ടാക്കി എല്ലാ സൃഷ്ടിയുടെയും പേര് മഖ്ലൂഖ്, സൃഷ്ടി എന്നും അതുപോലെ തന്നെ ആലം എന്നുമാണ്. അപ്പൊ ആദ്യ ആലമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആത്മാവാകുന്ന നൂറിനെ അല്ലാഹു തആല ആദ്യമായി പടച്ചു. നമ്മൾ എത്രയോ ഉസ്താദിൽ നിന്ന് കേട്ടതാണ്. അവ്വലും മിനിയാന്നും ഉസ്താദിന്റെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു, അവ്വലുമാ ഖലഖല്ലാഹു നൂറു നബീക യാ ജാബിർ. മുസന്നഫ് അബ്ദുർ റസാഖ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. ആ ഹദീസ് ഉദ്ധരിച്ച എത്രയോ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാമിങ്ങൾ എല്ലാവരും എന്ന് പറഞ്ഞ പോലെ മുത്തുനബിയെ പറയുന്നവരെല്ലാം അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ആ ഹദീസ് ഉദ്ധരിക്കാത്തവരെ കാണാൻ പ്രയാസമാണ്. നബിയുടെ ചരിത്രം പറയുമ്പോൾ അത് ഉദ്ധരിക്കാത്തവരില്ല. ഏത്? അവ്വലുമാ ഖലഖല്ലാഹു നൂറു നബീക യാ ജാബിർ. നൂറുൻ നബിയെ സംബന്ധിച്ച് ഒരു ഹദീസൊന്നുമല്ല, ഇഷ്ടംപോലെ ഹദീസുണ്ട്. അത് അദ്ദുൽ മഫ്ഖൂദ് മിൻ അബ്ദുർ റസാഖ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നമുക്ക് വ്യക്തമായി വായിച്ചാൽ, ഞാൻ വായിച്ചത് കൊണ്ടാണ് പറയുന്നത്, ഇഷ്ടംപോലെ മുത്തുനബിയുടെ ആത്മാവിനെ സംബന്ധിച്ച് അതിൽ ചർച്ചയുണ്ട്. അവിടുത്തെ നാവ് കൊണ്ട് പറഞ്ഞതും അവിടുത്തെ സ്വഹാബത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞതുമായി ഇഷ്ടംപോലെയുണ്ട് നൂറ്. ഇപ്പോൾ ഒരു വിഭാഗം ഇറങ്ങിയിരിക്കുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 100 കൊല്ല ശേഷം ഇറങ്ങിയ ഒരു വിഭാഗമാണ് റസൂലുള്ളാഹിന്റെ നൂറല്ല ആദ്യത്തെ സൃഷ്ടി. ഓൻ എന്തിനീ ചർച്ചയിൽ പങ്കെടുക്കണം? പൂജക്ക് എന്തിനാണ് പൊന്നു തൂക്കണോടത്തേക്ക് വരുന്നത് എന്ന് പറഞ്ഞതുപോലെ മുത്തുനബിയാകുന്ന ഞങ്ങളെ നബിയെ സംബന്ധിച്ച് പറയാൻ നീ ആര്?
നിനക്ക് നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ചർച്ച ചെയ്യാം. നോക്കി, നിങ്ങൾ മുസ്ലിം പേര് വെച്ചുകൊണ്ട് ആദ്യ സൃഷ്ടി നബിയാണെന്നതിനെ കർക്കശമായി എതിർക്കുന്ന ഒരു വിഭാഗം വഹാബിയത്ത് അതിൽപ്പെട്ടവരാണ്. നബി ആദ്യത്തെ സൃഷ്ടിയല്ല. കേൾക്കുമ്പോൾ വളരെ വേദനയുണ്ട്. അതിൽ പല പണ്ഡിതന്മാരും വഞ്ചിതരായിട്ടുമുണ്ട്. ആര് പണ്ഡിതന്മാർ? സുന്നി പേരിലുള്ള പണ്ഡിതന്മാർ. അബ്ദുല്ലാഹിൽ ഹർറി ലബ്നാനി, ലബ്നാൻകാരനായ അബ്ദുല്ലാഹിൽ ഹർറി ഹദീസ് പണ്ഡിതനാണ്, കർമ്മശാസ്ത്ര പണ്ഡിതനാണ്. അതുപോലെ പല വിഷയങ്ങളിലും വല്ലാത്ത ആഴമേറിയ അറിവുള്ള ആളാണ്. അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ മഖാലാത്തു സനിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മുത്ത് റസൂലുള്ളാഹിന്റെ നൂറ് ഔവലായ സൃഷ്ടിയാണെന്നതിനെ കണിശമായി അയാൾ എതിർക്കുകയാണ്. ഈജിപ്ത്യൻ പണ്ഡിതന്മാരിൽ അധിക പേരും മുത്തുനബിന്റെ നൂറാണ് ആദ്യത്തെ സൃഷ്ടി എന്നതിനെ കണിശമായി എതിർക്കുന്നവരാണ്. അവരൊക്കെ സുന്നി പേരിലാണ് അവരിത് വിറ്റയിക്കുന്നത് എന്ന് ചിന്തിക്കണം നമ്മൾ. മലബാറിന്റെ സ്വസ്ഥമായ ശുദ്ധമായ ഈ നാടിനെ വൃത്തികേടാക്കാൻ വേണ്ടി അത്തരം ആളുകൾ വന്നിറങ്ങുന്നത് നമ്മൾ സൂക്ഷിക്കണം. അത്തരം ആളുകളെ ഇവിടെ ഇറക്കുമതി ചെയ്യുന്നതും സൂക്ഷിച്ചില്ലെങ്കിൽ ഈ ഉമ്മത്ത് മലബാറിന്റെ പൈതൃകം നഷ്ടപ്പെട്ടവരായി തീരുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരാണ് ഈ വേണ്ടാത്ത ചിന്താഗതികൾ ഇവിടെ കൊണ്ടുവന്നിറക്കുന്നവർ. അള്ളാഹുവിന്റെ റസൂലിന്റെ നൂറാനിയത്തിനെ സംബന്ധിച്ച് പറയുന്ന ഹദീസുകൾ അത് ബലഹീനമാണെന്നും അത് ഒരിക്കലും തന്നെ ശരിയല്ല എന്നും പറയുന്നവരാണ് അവർ. ഞാൻ പറയട്ടെ, ഹദീസ് ബലഹീനമാണോ അല്ലേ എന്നുള്ളത് വേറെ കാര്യം. ബലഹീനമാണെന്ന് വെച്ചാൽ തന്നെ ലഈഫായ ഹദീസ് എന്ന് പറഞ്ഞാൽ അവര് പറഞ്ഞ പോലെ ബലഹീനമായ ഹദീസ് എന്നല്ല. ലഈഫായ ഹദീസിനെ സംബന്ധിച്ചാണ് ഈ പ്രാസംഗികർ ബലഹീനമായ ഹദീസ് എന്ന് പറയുന്നത്. ലഈഫ് എന്നതിനിക്ക് ബലഹീനമെന്നോ മൗലൂ എന്നതിനിക്ക് വ്യാജമെന്നോ സ്വഹീഹ് എന്നതിക്ക് നല്ലത് എന്നോ നല്ല ശരിയായത് എന്നോ ഹസൻ എന്നതിനിക്ക് നല്ലത് എന്നോ അർത്ഥം അവരുടെ വകയാണത്. ഹദീസ് പണ്ഡിതന്മാരുടെ സാങ്കേതിക തത്വത്തിനിക്ക് കഠിന വിരോധമാണ്. അങ്ങനെ ഒരു ഹദീസിന്റെ കിതാബിലും ഈ നാലിനിക്കും നിർവചനം ഇങ്ങനെ കാണാൻ സാധ്യമല്ല. മൗലു എന്ന് പറഞ്ഞാൽ ഇന്നുള്ളവരുടെ തലക്കെട്ടുകാരുടെ മുന്നിൽ മൗലു എന്ന് പറഞ്ഞാൽ വ്യാജമെന്നാണ്. അങ്ങനെ ഒരു സാങ്കേതികാർത്ഥം ഹദീസിന്റെ കിതാബിൽ ദുനിയാവിൽ കാണിക്കാൻ സാധ്യമല്ല. ലഈഫ് എന്നാൽ ദുർബലമായ ഹദീസ് എന്നാണ് ഇന്നുള്ളവരെ എഴുതുക, കോളമിട്ട് എഴുതും. ലഈഫ് ദുർബലം. അങ്ങനെ ഒരു സാങ്കേതികം ഹദീസിന്റെ കിതാബിൽ കാണിക്കാൻ സാധ്യമല്ല. സ്വഹീഹ് എന്ന് പറഞ്ഞാൽ നല്ല ശരിയായത് എന്ന അർത്ഥത്തിന് അങ്ങനെ ഒരു സ്വഹീഹായ ഹദീസ് കാണിക്കാൻ സാധ്യമല്ല. അങ്ങനെ ഒരു സാങ്കേതികാർത്ഥം. അതുപോലെ തന്നെ ഹസൻ എന്നാൽ നല്ലത് എന്ന അർത്ഥത്തിനിക്ക് അങ്ങനെ ഒരു ഹദീസ് കാണിക്കാൻ സാധ്യമല്ല. അതുപോലെ തന്നെ മുത്തവാത്തിർ, ഇങ്ങനെയല്ലേ ഹദീസ് ഉള്ളത്. മുത്തവാത്തിർ തുടരെ വന്നത് എന്ന അർത്ഥത്തിനിക്ക് ഒരു മുത്തവാത്തിർ കാണിക്കാൻ ഹദീസ് പണ്ഡിതന്മാരുടെ സാങ്കേതിക അർത്ഥത്തിന്റെ നൂറുകണക്കിന് കിതാബുകളുടെ ഏതെങ്കിലും ഒരു പേജിൽ അത് സമർത്ഥത പറഞ്ഞിട്ടില്ല. കള്ളത്തരം സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയാണ് ഇവർ. ഏത് കൊമ്പനായിരുന്നാലും ശരി. മഹാനായ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ ഈ വിഷയം പറഞ്ഞിട്ട് പറയുന്നു, ഹദീസ് ലഈഫാണെന്ന്. ഇതല്ല, മറ്റൊരു വിഷയത്തെ പറ്റി പറഞ്ഞിട്ട് പറയുന്നു, മിനഹുൽ മക്കിയയിൽ പറയുന്നു, ഹദീസ് ലഈഫാണെങ്കിലും ഒരു നൂറിനെ പറ്റിയല്ല കേട്ടോ, മറ്റൊരു വിഷയം പറഞ്ഞിട്ട് പറയുന്നു, പക്ഷേ ലഈഫായ ഹദീസ് കൊണ്ട് ചരിത്രം പറയാം, ലഈഫായ ഹദീസ് കൊണ്ട് ഫളായിലുകൾ മഹത്വങ്ങൾ പറയാം, ലഈഫായ ഹദീസ് കൊണ്ട് നന്മകൾ ചെയ്യാം, ലഈഫായ ഹദീസ് കൊണ്ട് ഗുണങ്ങൾ ചെയ്യാം, വിധികൾ അതുകൊണ്ട് പ്രഖ്യാപിച്ചുകൂടാ എന്നേ ഉള്ളൂ. പിന്നെങ്ങനെ ദുർബലമായ ഹദീസ് എന്ന് പറയാം? പിന്നെങ്ങനെ ദുർബലമായ ഹദീസ് എന്ന് പറയാം? അങ്ങനെ പറഞ്ഞിട്ടുമില്ല. ആരെങ്കിലും ഒരാൾ പറയണ്ടേ? ഇത് വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഹദീസിന് ഒരു വേള ലഈഫാണെങ്കിൽ തന്നെ മുത്ത് റസൂലുള്ളാഹിന്റെ മഹത്വം കുറിക്കുന്ന ഒരു ചരിത്രമാണ് ഈ ഹദീസിൽ പറയുന്നത്. ആ ചരിത്രം പറയാൻ ലഈഫായ ഹദീസ് ഉപയോഗിക്കാമെന്നത് ഇജ്മാ ആണ് എന്ന് ഇബ്നു ഹജർ ഹൈതമിയും ഇമാം നബവി അവിടുത്തെ
അദ്കാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും മറ്റ് എത്രയോ ഗ്രന്ഥങ്ങളിൽ കാണാവുന്നതാണ്. ലഈഫായ ഹദീസ് കൊണ്ട് ചരിത്രത്തിൽ അമൽ ചെയ്യാം. മനാഖിബിൽ മസാലിബിൽ പറ്റൂല. മസാലിബ് പറഞ്ഞാൽ കുറ്റം പറയാൻ ലഈഫായ ഹദീസ് പറ്റൂല, ഗുണം പറയാൻ പറ്റും. ദിക്ർ ചൊല്ലിയാൽ ഇത്ര കൂലിയുണ്ടെന്ന ഒരു ഹദീസാണെങ്കിൽ ആ ഹദീസും അങ്ങനെ തന്നെയാണ്. ആ ഹദീസ് ലഈഫ് ആണെങ്കിലും അമൽ ചെയ്യൽ സുന്നത്താണെന്ന് യുസ്തഹബ് ഖദ് അജ്മഅൽ ഉലമാഉ, പണ്ഡിതന്മാരുടെ ഇടയിൽ തർക്കമില്ല, ഇജ്മാ ആണ്. അന്നഹു യുസ്തഹബുൽ അമലു ബിൽ അഹാദീസ് ളിആഫായ ഹദീസുകളെ കൊണ്ട് അമൽ ചെയ്യാമെന്നതിൽ ഇമാം നവവി തങ്ങൾ പറഞ്ഞ വാക്കാണ്. വാക്കിന്റെ മാനയാണോ ആയിപ്പോയെന്ന് അറിയില്ല, ഞാൻ ഉദ്ധരിച്ചത്. അദ്കാറെടുത്ത് നോക്ക്, അതിൽ കാണാവുന്നത്. അപ്പൊ ഈ ഹദീസ് ലഈഫ് ആണെങ്കിൽ തന്നെ അങ്ങനെയാണ് കാര്യം കിടക്കുന്നത്. ഇനി ലഈഫാണ്, അത് എടുക്കാനും പാടില്ല എന്ന ഒരു വേള ഇപ്പോൾ പകലാണെന്ന് സങ്കല്പിക്കുന്നത് പോലെ നിങ്ങൾ വെച്ചാൽ തന്നെ അത് ഹദീസിന്റെ അവസ്ഥയാണ്, വിഷയത്തിന്റെ അവസ്ഥയല്ല. വിഷയത്തിന്റെ അവസ്ഥയല്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ഒരു ഹദീസ്, ചാലിയമ്പള്ളി പുതുക്കി പണിയപ്പെട്ടതാണ് ഒരു ഹദീസ്. ആ ഹദീസ് ഒരിക്കലും തന്നെ അംഗീകരിക്കാൻ പറ്റുകയില്ല. പക്ഷെ ആശയം ശരിയല്ലേ? പുതുക്കി പണിയപ്പെട്ടിട്ടില്ലേ? ഹദീസ് ലഈഫ് ആയതുകൊണ്ട് വിഷയം നഷ്ടപ്പെടുമോ? വിഷയത്തെ ഉണ്ടാക്കുന്ന സാധനമല്ല ഹദീസ്, വിഷയത്തെ അറിയിച്ചു തരുന്ന സാധനമാണ് ദലീൽ. അള്ളാഹുവിന്റെ റസൂൽ ആദ്യ സൃഷ്ടിയാണെന്നത് മുസ്ലിം ഉമ്മത്തിൽ രണ്ടഭിപ്രായം 1000 മുമ്പ് ഉദ്ധരിച്ച ഏതെങ്കിലും ഒരു കിതാബിൽ കാണിക്കാൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ റസൂൽ ആദ്യ സൃഷ്ടിയല്ല എന്ന് ഏതെങ്കിലും ഒരു ഇമാമ് മറ്റൊരു ഇമാമുമായി തർക്കിച്ച സംഭവം 1000 മുമ്പ് കാണാൻ സാധ്യമല്ല. മുസ്ലിം ഉമ്മത്ത് ഇജ്മാ ഉള്ള ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഹദീസ് ലഈഫോ മറ്റോ അത് അവിടെ ഇരിക്കട്ടെ, അങ്ങനെ സ്ഥിരപ്പെടുത്താൻ ഒരിക്കലും കഴിയുകയില്ല. അത് ഇന്ന് വന്നവർക്കുള്ള ഒരു രസമാണത്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ നൂറിനെ സംബന്ധിച്ച് വ്യക്തമായി എഴുതിയ പല പണ്ഡിതന്മാരുമുണ്ട്, വളരെ ബഹുമാനത്തോടു കൂടി എഴുതിയവരുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ നൂറിനെ അല്ലാഹു പടച്ചു ഖബല ഖൽഖിൽ ആലമി, മറ്റ് ലോകങ്ങളെ പടക്കുന്ന മുമ്പ്. അപ്പൊ മുത്തുനബി ഒരു ലോകമാണ്, ആദ്യ ലോകം മുത്തുനബിയാണ്. മറ്റ് ലോകങ്ങളെ പടക്കുന്ന മുമ്പായി അല്ലാഹുവിന്റെ നൂറിന്റെ റസൂലുള്ളാഹിന്റെ നൂറിനെ അല്ലാഹു തആല ഇല്ലായ്മയിൽ നിന്ന് പടച്ചു. വസമ്മാഹു മുഹമ്മദ്, ആ നബിക്ക് മുഹമ്മദ് എന്ന് ആദ്യമേ പേര് വെക്കുകയും ചെയ്തു. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം ബാരിക അലൈഹി. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.